അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ത്യയുടെ പരമാധികാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്കും ട്രംപിനും മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയപ്പോഴും അതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിച്ചത് താനാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതിനു പുറമെ പരാജയ ഭീതിയിലാണ് ഇന്ത്യ പിന്മാറിയതെന്നും ട്രംപ് പറയുകയുണ്ടായി. ഇത്രയും അപമാനിക്കുന്ന രീതിയിൽ രാജ്യത്തെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടും ട്രംപിനെതിരെ ഒരു വാക്കുപോലും പറയാൻ മോദി തയ്യാറായിട്ടില്ല. എന്നിട്ടും ആ രാജ്യവുമായി വ്യാപാര കരാറിൽ രാജ്യം ഒപ്പിട്ട് കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി അടക്കം നിരോധിച്ച അമേരിക്ക ഇന്ത്യയെയും റഷ്യയെയും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസം രാജ്യത്ത് തങ്ങുകയും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയിട്ടാണ് മടങ്ങുകയും ചെയ്തത്. പിന്നാലെ അസ്വസ്ഥനായ ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാറിലൂടെയാണ് ഇന്ത്യയെ റഷ്യയിൽ നിന്ന് അകറ്റിയത്. പിന്നാലെ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്ന റഷ്യ ശത്രുപക്ഷത്ത് ഇന്ത്യയെ നിർത്തുകയും ചെയ്തു. ഇതോടെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ രാജ്യത്തിന് ഒരു വലിയ പരീക്ഷണമായി മാറിയിരിക്കുകയാണെന്ന് രാഹുൽ വിമർശിച്ചിരിക്കുകയാണ്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മോദിയെ രാഹുൽ ഗാന്ധി പഞ്ഞിക്കിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അമേരിക്കൻ സുപ്രീം കോടതി പ്രസിഡന്റ് ട്രംപിന്റെ ആഗോള താരിഫുകൾ റദ്ദാക്കിയതോടെ മോദിയുടെ വഞ്ചന പുറത്തായെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുമുണ്ട്. പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടുവെന്നും ഇതിൽ വീണ്ടും വിലപേശൽ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്റെ ദുർബലമായ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള തിടുക്കത്തിലാണ് ഈ കരാറിൽ ഒപ്പിട്ടതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും വിമർശിക്കുന്നുണ്ട്. ഫെബ്രുവരി 2 രാത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്താൻ മോദിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ലോക്സഭയിൽ അന്നുണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മോദി അമേരിക്കയെ സമീപിച്ചതെന്നും 18 ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ ഇന്ത്യൻ കർഷകരെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര നികുതികൾ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചിരുന്നു. പ്രസിഡന്റ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുവെന്നാണ് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് നിരീക്ഷിച്ചത്. എന്നാൽ ഈ കോടതി വിധിക്ക് പിന്നാലെയും ഇന്ത്യയുമായുള്ള കരാറിൽ മാറ്റമില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ കോടതിയെ വെല്ലുവിളിക്കുന്ന സമീപനമായിരുന്നു. എന്നിട്ടും ട്രംപിന് കുലുക്കമൊന്നുമില്ല. ഈ കരാർ മൂലം വരും വർഷങ്ങളിൽ ഏകദേശം $500 ബില്യൺ, അതായത് ഏകദേശം 45 ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ബാധ്യസ്ഥരാകുമെന്ന് രൺദീപ് സുർജേവാല ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ഇന്ത്യൻ നിർമ്മാതാക്കളെയും കർഷകരെയും ദോഷകരമായി ബാധിക്കും. കൃഷിക്കുള്ള സബ്സിഡികൾ നിർത്തലാക്കാനും ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇറക്കുമതി ചെയ്യാനും ഇന്ത്യ നിർബന്ധിതമാകുമോ എന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ അവകാശം ഈ കരാറിലൂടെ നഷ്ടപ്പെട്ടതായും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. നേരത്തെ പാർലമെന്റിലും രാഹുൽ ഗാന്ധി സമാന വിഷയം ഉയർത്തി മോദിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചിട്ട് വിശ്വഗുരു ചമഞ്ഞ് നടന്നിട്ട് കാര്യമില്ലെന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. പിന്നാലെ BJP MPമാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും രാഹുൽ ഗാന്ധി പിന്മാറിയില്ല. വീണ്ടും വിമർശനം ശക്തമായി തന്നെ തുടരുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാർച്ച് 9 വീണ്ടും പാർലമെന്റ് സമ്മേളിക്കും. വ്യാപാര കരാർ കീറിയെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. സ്വസ്ഥമായി പാർലമെന്റിൽ ഇരുന്ന് ഭരിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധി.